ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി ക്വാറി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച നടപടിയിൽ വിയോജനക്കുറിപ്പുമായി നഗരസഭാ ഭരണസമിതി അംഗവും കൗൺസിലറുമായ ചാക്കോ കൊന്നക്കൽ രംഗത്ത്. വിയോജനക്കുറിപ്പ് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറി. ശ്രീകണ്ഠപുരം നഗരസഭയിലെ 2-3 വാർഡുകളിലായി വരുന്ന ചെമ്പന്തൊട്ടി ഞണ്ണമല ക്വാറിയുടെ പ്രവർത്തനം തീർത്തും അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടി ജനകീയ സമിതി നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കൗൺസിൽ യോഗ തീരുമാനപ്രകാരം 31/8/2024 വരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഈ നടപടിയിൽ നിന്നും വിയോജനക്കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീകണ്ഠപുരം നഗരസഭ 4-ാം വാർഡ് കൗൺസിലർ ചാക്കോ കൊന്നക്കൽ. നഗരസഭാ ഭരണസമിതി അംഗമായ ഇദ്ദേഹം ചെമ്പന്തൊട്ടി ക്വാറി വിരുദ്ധ ജനകീയ സമിതി രക്ഷാധികാരി കൂടിയാണ്. ഇന്നലെ ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗമാണ് ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തീരുമാനിച്ചത്. EC സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റിയും സെക്രട്ടറിയും വക്കീലും ചേർന്ന് പ്രത്യേകം പരിശോധിച്ച് ക്വാറിയുടെ പ്രവർത്തനം എന്നേക്കും നിർത്തിവെക്കണമെന്നും ചാക്കോ കൊന്നക്കൽ പറയുന്നു. മുനിസിപ്പൽ സെക്രട്ടറിക്കാണ് ശ്രീകണ്ഠപുരം നഗരസഭാ ഭരണസമിതി അംഗമായ ചാക്കോ കൊന്നക്കൽ വിയോജനക്കുറിപ്പ് നൽകിയത്. ആഗസ്റ്റ് 13 ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ ഞണ്ണമലയിലെ ക്വാറി സംബന്ധിച്ച് അജണ്ടയുമായി അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ കൗൺസിലിൽ ജനങ്ങൾക്ക് ഭീഷണിയായ ഞണ്ണമലയിലെ ക്വാറിയുടെ പ്രവർത്തനം ദുരന്ത നിവാരണ നിയമം മുനിസിപ്പൽ ചട്ടം 414 പ്രകാരം ഈ മാസം 31-ാം തീയതി വരെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുവാൻ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുവാൻ സെക്രട്ടറി ചുമതലപ്പെടുത്തുകയുണ്ടായി. പ്രസ്തുത തീരുമാനത്തെ ഞാനടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളും സ്വാഗതം ചെയ്തുവെങ്കിലും ആഗസ്റ്റ് 31 ഇനിയും അവശേഷിക്കുന്നത് വെറും 2 ആഴ്ച മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ആ ഡേറ്റ് വെക്കാൻ പാടില്ലെന്നും മറിച്ച് സ്ഥിരമായി ജനങ്ങൾക്ക് ഭീഷണിയായ ഈ ക്വാറി അടച്ചുപൂട്ടാൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ 31/8 എന്ന ഡേറ്റിനോട് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. ആ വിയോജനക്കുറിപ്പ് ഞാൻ ഇന്ന് രേഖാമൂലം സെക്രട്ടറിക്ക് എഴുതി കൊടുക്കുകയുമുണ്ടായി. എഴുതി കൊടുത്തപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കൂടി ഇന്നലെ കൗൺസിലിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ രേഖാമൂലമുള്ള ആ രേഖയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി പലപ്പോഴായി ക്വാറി സന്ദർശിക്കുകയുണ്ടായി. ആ ജനകീയ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയ ദിവസം മുതൽ നാളിതുവരെ ക്വാറിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനകീയ കമ്മിറ്റി ബഹുമാനപ്പെട്ട കളക്ടർക്ക് കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രിയപ്പെട്ട ഇരിക്കൂറിൻ്റെ അഡ്വക്കേറ്റ് സജി ജോസഫ് MLA ജനകീയ കമ്മിറ്റിയോടൊപ്പം കഴിഞ്ഞ ഞായറാഴ്ച ക്വാറി സന്ദർശിച്ച് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലും MLAയുടെ ഇടപെടൽ മൂലവുമാണ് RDO സ്ഥലം സന്ദർശിച്ചതെന്നും RDOയുടെ റിപ്പോർട്ട് പ്രകാരം കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ക്വാറിയും കൃഷ്ണ പ്രവർത്തിക്കാത്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ജനകീയ സമിതി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം മാനേജ്മെൻറ്റിനെ കാണാൻ വേണ്ടി ക്രഷറിൽ പോവുകയും ഒരു കാരണവശാലും ഈ ക്വാറിയും ക്രഷറും ഇനി പ്രവർത്തിക്കാൻ പാടില്ലെന്ന് കത്ത് നൽകുകയുമുണ്ടായി. തദവസരത്തിലുണ്ടായിരുന്ന SHO ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ക്രഷറി ഉടമകളുടെ പ്രതികളോട് പറയുകയുണ്ടായി, ഒരു കാരണവശാലും ഈ വിഷയ പരിഹാരമുണ്ടാകുന്നതുവരെ ക്വാറിയോ ക്രഷറോ പ്രവർത്തിക്കാൻ പാടില്ല എന്ന്. അത് പറഞ്ഞതൊരു പക്ഷേ സർക്കാരിൻ്റെ ദുരന്ത നിവാരണ നയത്തിൻ്റെയും MLAയുടെ ജനകീയ കമ്മിറ്റിയുടെയും നിവേദനത്തിൻ്റെയും ഇടപെടലിനെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പ്രവർത്തിക്കാത്തൊരു ക്വാറിക്ക് 31/8 ഡേറ്റ് വെച്ച് വിയോജനക്കുറിപ്പ് എഴുതുന്നതിൽ അപാകതയുണ്ടെന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ഡേറ്റിനെയാണ് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്, അല്ലാണ്ട് സ്റ്റോപ്പ് മെമ്മോയല്ല. മറ്റൊന്ന് ഞാൻ ഭയക്കുന്നത് ഇതുവരെ ഒരു സ്റ്റോപ്പ് മെമ്മോ ആധികാരികമായി രേഖയായി ഞാൻ ഇന്ന് രാവിലെയും മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ആകെ ജനകീയ കമ്മിറ്റി കൊടുത്തൊരു കത്ത് മാത്രമേ രേഖയായി കിട്ടിയിട്ടുള്ളൂ എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയായ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞത്, ഇന്ന് രാവിലെയും പറഞ്ഞത്.
അപ്പോൾ ഇന്ന് സെക്രട്ടറിയെ ഞാൻ കണ്ട് വിയോജിപ്പ് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നുവോ? ഇല്ല, കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഞാനിത് ഇന്നലെ കൗൺസിലിൽ പറഞ്ഞിരുന്നു. അതായത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചാണ് നോട്ടീസ് കൊടുക്കുന്നതെങ്കിലും നിയമാനുസൃതം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ക്വാറിക്ക് ലൈസൻസ് നൽകിയപ്പോൾ ലോക്കൽ ബോഡിയിൽ സമർപ്പിച്ച രേഖകൾ പരിശോധിക്കണം സെക്രട്ടറി നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ്. പ്രത്യേകിച്ച് എൻവയറമെൻ്റൽ സർട്ടിഫിക്കറ്റ് EC, ആ ECയിൽ പ്രകാരം സെക്രട്ടറിയും മുനിസിപ്പാലിറ്റിയുടെ വക്കീലും കൂടി ഒരിക്കൽ കൂടി കോറി സന്ദർശിച്ച് കണ്ടെത്തുന്ന EC വയലേഷൻ, ഓരോ നിയമലംഘനങ്ങളും കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ നിയമലംഘനങ്ങളെല്ലാം പ്രത്യേകം പരാമർശിച്ച് ഓരോ കോറി ഉടമകൾക്ക് നോട്ടീസ് നൽകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സെക്രട്ടറി നോട്ടീസ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുനിസിപ്പൽ ഭരണസമിതി എടുത്ത തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വാട്ട്സ് മോർ, അതായത് എന്താണ് അതിനുശേഷം എന്താണ്, അല്ലെങ്കിൽ ആ കാലയളവിൻ്റെ ഉള്ളിൽ എന്താണ് ഇനി അടുത്ത നടപടി സ്വീകരിക്കുക? മുനിസിപ്പാലിറ്റി എന്ത് സ്വീകരിക്കുന്നു? അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള അധികൃതർ എന്തൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതും കൂടെ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിയോഗിച്ചിരിക്കുന്നത് ഒരു ജനസമൂഹമാണ്. അതായത് ആ കോറയുടെ കീഴെയുള്ള, അതായത് ഞണ്ണമലയുടെ താഴ്വശത്തുള്ള 1000-ൽ പരുന്ന ജനങ്ങളോട് ഞങ്ങളൊരു വാക്കുണ്ട്, ഈ കോറി എന്തായാലും അടച്ചുപൂട്ടും എന്നുള്ളത്. ഞങ്ങൾ ഒരു കാരണവശാലും ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന UDF ഭരണകൂടത്തിനോടോ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് സർക്കാരിനോടോ അത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോടോ ഒന്നുമല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ആ മൂളിയാൻ എന്ന് പറഞ്ഞ ആ ഒരു ക്രഷറിനോട് കൂടി മാത്രമാണ്. ആ ക്രഷർ അവിടെ ഇല്ലാതാകാനാണ് ഞങ്ങളുടെ സമരം. ഞങ്ങളുടെ സമരം തികച്ചും ജനപക്ഷത്തു കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്. ഞങ്ങൾക്ക് ആദ്യമേ ഒരു തീരുമാനമുണ്ടായിരുന്നു, യാതൊരു കാരണവശാലും ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല, രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ആവശ്യമില്ല. ഇത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായി തീരണം എന്നുള്ളത്. ഒരു കാരണവശാലും ഇനിയിപ്പം ഏതൊരവസ്ഥയിലും ഈ കോറ മുതലാളിക്ക് അനുകൂലമായിട്ടാണ് വിധിയെങ്കിൽ ഈ സമരത്തിന്റെ മുഖം വേറൊരു കേരളം കണ്ടതിൽ ഏറ്റവും ഭയാനകമാകുന്ന ഒരു രീതിയിലേക്ക് ഈ സമരത്തെ മുന്നോട്ട് നയിക്കാനും കൂടി ഞങ്ങൾക്കറിയാമെന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്.